കീമിന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിലുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് അഡ്രസ് ചെയ്യാനുള്ളത്. ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്ത കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള അതേ ഫീസ് എൻട്രൻസ് കമ്മീഷണർക്ക് 2 തരത്തിൽ അടയ്ക്കാം. ഒന്ന് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി നമ്മുടെ സൈറ്റിൽ നിന്ന് ചലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടും അടയ്ക്കാം. എന്ത് ചെയ്താലും നിങ്ങൾ ആ ഫീയുടെ റെസിപ്റ്റ് സൂക്ഷിക്കണം, അതായത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാറ്റഗറി, നിങ്ങളൊരു 20 കോളേജസ് നമ്മൾ സെലക്ട് ചെയ്ത അലോട്ട്മെന്റിന് വേണ്ടി കൊടുത്തിരുന്നു എന്ന് വിചാരിക്കൂ. അപ്പൊ അതിലൊരു 10th കോളേജ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ 10th കോളേജ് കഴിഞ്ഞ് ബാക്കിയുള്ള കോളേജസ് എല്ലാം ഓട്ടോമാറ്റിക്കലി എന്തായി പോകും, ഡിലീറ്റഡ് ആയിട്ട് പോകും. ഇനി നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടമല്ല, എനിക്ക് ഹയർ ഓപ്ഷൻ പോകണമെങ്കിലും നമ്മൾ ഈ ഫീസ് പേ ചെയ്യണം, മസ്റ്റ് ആയിട്ട് പേ ചെയ്യണം. ശ്രദ്ധിക്കുക, ഈ ഫീ പേ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഈ ഫീ ഇതേപോലെ നമ്മൾ പേ ചെയ്തതിനു ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കോളേജസ് ഡിലീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ മുകളിൽ അതായത് ഹയർ ഓപ്ഷൻസിൽ 1, 2, 3 തൊട്ട് 10 വരെയുള്ള കോളേജസിൽ ആവശ്യമില്ലാത്ത കോളേജസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഫസ്റ്റ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഉറപ്പായിട്ടും ഫീ അടച്ച് ആ അഡ്മിഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. തേർഡ് കാറ്റഗറി, ഇതിലൊന്നും അലോട്ടഡ് ആയിട്ടില്ല എന്ന് വെക്കൂ. അപ്പൊ ഒട്ടും പേടിക്കണ്ട, നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ് സെക്കൻഡ് അലോട്ട്മെന്റിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ വരും. അപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ജമ്പിൾ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടും. പക്ഷെ പുതിയ ഓപ്ഷൻസ് ഒന്നും ആഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എന്തായാലും കുട്ടികൾ അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റിൽ മെമ്മോ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 25 11 മണി, രാവിലെ 11 മണി വരെയാണ്. അതിനുശേഷം മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ.